എല്ലാ സ്ഥലങ്ങളിലും പ്രവർത്തകർ വളരെ ആവേശത്തിലാണ്. ഒന്നാം ഘട്ടം പൂർത്തീകരിച്ച് രണ്ടാം ഘട്ട പ്രചാരണത്തിലേക്ക് കടക്കുകയാണ്. ഒരു സ്ഥലത്തും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലെന്ന് തലശ്ശേരി നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി കാരായി രാജൻ. ഗ്രാമികയുടെ ജനസമക്ഷം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു കാരായി രാജൻ. വർഷങ്ങളായുള്ള പൊതുപ്രവർത്തനവും സാധാരണക്കാരുടെ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെടുന്നതും ജനങ്ങളുമായി ശക്തമായ ബന്ധം സൃഷ്ടിക്കാൻ കഴിഞ്ഞെന്ന് കാരായി പറഞ്ഞു. ഞാനാണ് സ്ഥാനാർത്ഥിയെന്നോ ഇന്ന ആളാണെന്നോ തലശ്ശേരി മണ്ഡലത്തിൽ ഇതുവരെ ആരോടും പരിചയപ്പെടുത്തേണ്ടതായി വന്നിട്ടില്ല. അത് ഈ കഴിഞ്ഞ കുറേ നാളുകളായി, വർഷങ്ങളായി പൊതുപ്രവർത്തന രംഗത്ത് ഈ നാട്ടിലെ സാമൂഹ്യ വികസന പ്രശ്നങ്ങളിലൊക്കെ സജീവമായി ഇടപെട്ട് വരുന്ന ഒരാളെന്ന നിലയിലുള്ള ഒരു സ്വീകാര്യത എന്ന് തന്നെ പറയാം. തോറ്റവർ കൂടി അടങ്ങുന്നതാണ് ജനാധിപത്യം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഈ നാടിൻ്റെ എല്ലാ പ്രശ്നങ്ങളിലും നമ്മളെ ഇടതുപക്ഷത്തിൻ്റെ മാത്രമല്ല മറ്റുള്ളവരുടെ കൂടി അഭിപ്രായങ്ങൾ കേൾക്കാനും അവരെ കൂടി സഹകരിപ്പിച്ചുകൊണ്ട് മാത്രമാണ് ഏതൊരു കാര്യവും മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് നമ്മുടെ ഒരു കാഴ്ചപ്പാടാണ്, എൻ്റെ കാഴ്ചപ്പാടല്ല. എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ടാണ് വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. മണ്ഡലത്തിലെ വികസനത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുക. കണ്ടിക്കൽ പ്രദേശം ഒരു മെഡിക്കൽ ഹബ്ബായി മാറിയിരിക്കുകയാണ്. അതുപോലെ നിരവധി വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മതനിരപേക്ഷതയിൽ ഉറച്ചു നിൽക്കുന്ന സമീപനമാണ് തങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. ഇതിനെ ദുർബലപ്പെടുത്താനുള്ള സമീപനമാണ് ചില ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളതെന്ന് കാരായി പറഞ്ഞു. കണ്ടിക്കൽ മേഖല ഒരു മെഡിക്കൽ ഹബ്ബായി രൂപപ്പെടാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ അമ്മയും കുഞ്ഞും ആശുപത്രി അവിടത്തേക്ക് മാറും. അവിടെ തന്നെയാണ് ജനറൽ ആശുപത്രിയും ഇനി മാറ്റാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആ മേഖല ഒരു ടൗൺഷിപ്പായിട്ട് മാറും. അതുപോലെ തന്നെ മഞ്ഞോടിക്കിപ്പുറം ടൗൺഷിപ്പായി മാറ്റാൻ വേണ്ടിയുള്ള സാധ്യത. ഇങ്ങനെയൊക്കെ പദ്ധതികളുണ്ട്. പിന്നെ എങ്ങനെ നഗരത്തിലേക്ക് കൂടുതൽ ആളുകളെ എത്തിക്കാൻ സാധിക്കും, അത് ഒരു കാരണം നഗരത്തിലെ ഗതാഗത ബ്ലോക്ക് ഒരു വലിയ വിഷയമാണ്. അതിലൊക്കെ എങ്ങനെ ശാസ്ത്രീയമായൊരു പരിഹാരം ഉണ്ടാക്കി ജനങ്ങൾക്ക് നഗരത്തിലെത്താൻ സാധിക്കും. അതുപോലെ ഓരോ പഞ്ചായത്തുകളിൽ നടപ്പിലാക്കേണ്ടുന്ന വികസന പദ്ധതികളെ സംബന്ധിച്ച് ഒരു കാഴ്ചപ്പാട്, ഒരു മാനിഫെസ്റ്റോ തയ്യാറാക്കിക്കൊണ്ട് ആ കാര്യങ്ങളിൽ ഇടപെടണം. അങ്ങനെ അതിൽ ഊന്നി പ്രവർത്തിക്കണമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മതന്യൂനപക്ഷങ്ങൾ എന്നും CPM-നോടൊപ്പമായിരുന്നു. അധികാരദാഹമുള്ള ചില ആളുകൾ ഉണ്ടാകും. അത് പാർട്ടി തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. CPM-നെ ദുർബലപ്പെടുത്തി ഇടതുപക്ഷത്തെ തകർക്കാനാണ് ചില കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നത്. അതിനവർ എതിരാളികളെ ഉപയോഗപ്പെടുത്തുകയാണ്. ഗതാഗത തടസ്സത്തിന് ശാസ്ത്രീയമായ പദ്ധതികൾ നടപ്പാക്കും. പേരാവൂർ മണ്ഡലം തിരിച്ചുപിടിക്കും. ജനകീയ അംഗീകാരമുള്ള നേതാവാണ് ശൈലജ ടീച്ചർ. ഒക്കെ സണ്ണി ജോസഫ് മത്സരിക്കുമ്പോൾ തന്നെയാണ് ഇങ്ങനെ 3000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ മാത്രം ജയിച്ചു വന്നത്. നേരത്തെ ടീച്ചർ ആ മണ്ഡലം തിരിച്ചു പിടിച്ചിട്ടുള്ളതാണ്. ആ എക്സ്പീരിയൻസും ആ മലയോര മേഖലയിൽ നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാവട്ടെ സർക്കാരിൻ്റെ പ്രത്യേക ഇടപെടലിലൂടെ വന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ടീച്ചർക്ക് കേരളത്തിലൊരു സവിശേഷമായ അംഗീകാരം, ജനകീയ അംഗീകാരം ടീച്ചർക്കുണ്ട്. മറ്റു പല നേതാക്കന്മാരെ പോലെ തന്നെ പ്രത്യേകം ആളുകൾ ശ്രദ്ധിക്കപ്പെടുന്ന അതുകൊണ്ടാണ് ഒരു ടേം എക്സ്ട്രാ പാർട്ടി, അതെ, ഒരു എക്സ്ട്രാ ഒരു പരിഗണന നൽകിക്കൊണ്ട് പാർട്ടിയുടെ തീരുമാനം. ക്വാളിറ്റിയും ആത്മാർത്ഥ പ്രവർത്തകരുള്ള പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. നിരവധി നേതാക്കളും രക്തസാക്ഷികളും ഉണ്ടായിട്ടുണ്ട്. ബാലസംഘത്തിലൂടെയാണ് പാർട്ടി പ്രവർത്തനത്തിന് തുടക്കമിട്ടതെന്ന് കാരായി പറഞ്ഞു. ഗ്രാമികയുടെ പ്രത്യേക തിരഞ്ഞെടുപ്പ് പരിപാടിയായ ജനസമക്ഷത്തിൽ സംസാരിക്കുകയായിരുന്നു കാരായി. ജനസമക്ഷത്തിന്റെ പൂർണ്ണരൂപം ശനിയാഴ്ച രാത്രി 9 മണിക്ക് ഗ്രാമിക TV സംപ്രേഷണം ചെയ്യും. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി. ന്യൂസ് ഡെസ്ക്, ഗ്രാമിക ന്യൂസ്.